ശ്രീ രാഹുൽ, ഇവിടെ CPM-ന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ PK ഗോപനാണ്. അദ്ദേഹം പറയുകയാണ്, ഈ കാര്യങ്ങളിലൊക്കെ സർക്കാർ തന്നെയാണല്ലേ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ സുതാര്യമായി ഇതൊക്കെ കണ്ടെത്തുന്നതിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു. 6 ആഴ്ച കൊണ്ട് കാര്യങ്ങൾ അറിയാം. ഇതിൽ ഏതാനും ചില ഉദ്യോഗസ്ഥർക്കും ബോർഡിലെ അംഗങ്ങൾക്കൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ അന്വേഷണം കഴിയുമ്പോൾ ആരൊക്കെയാണോ കുറ്റക്കാർ അവരിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുമെന്നാണ്. ഇതിലെ ഒരു മാസ്റ്റർ ബ്രെയിനിലേക്ക്, ഇതിനെല്ലാം പിന്നിലുള്ള ഒരു സൂത്രധാരനിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എങ്ങോട്ടാണ് നിലവിൽ ഇപ്പോൾ ഈ കേസിലെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് താങ്കളുടെ നോട്ടത്തിൽ? ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങേക്കും അജാസിനും അങ്ങയുടെ ടീമിനും ആദ്യം തന്നെ ഒരു ക്ഷമയുണ്ട്. ഇവിടെ ഫിൻലാൻഡ് എംബസി പരിപാടി തീരാൻ താമസിച്ചു, അതാണ് എനിക്ക് കയറാൻ കഴിയാത്തത്. ഇനി ഗോപൻ സാറിനോട് വളരെ ബഹുമാനപരത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം നിൽക്കാൻ കഴിയില്ലെന്ന് നമുക്ക് അറിയാമല്ലോ. നമ്മൾ ആരെയാണ് നമ്മൾ ആത്മവഞ്ചന പോട്ടെ, നമ്മൾ ആത്മവഞ്ചന നടത്തിയിട്ട് കാര്യമുണ്ടോ? അതായത് ഉദ്യോഗസ്ഥർ വരും കൈയല്ലേ, നയപരമായ തീരുമാനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലേ? അഥവാ പോളിസി ഡിസിഷൻ, ഓപ്പറേഷണൽ കാര്യങ്ങൾക്ക് മാത്രമേ ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യവും അനുമതിയുമുള്ളൂ. പോളിസി കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന് അനുമതി വേണം. ശ്രീ ഗോപികൃഷ്ണനും എനിക്കും അറിയാവുന്ന 1-2 പേരുകളുണ്ട്. നമ്മൾ കൂടുതൽ തെളിവ് വന്നിട്ട് പറയാം, അല്ലെങ്കിൽ പല മാധ്യമങ്ങളും അദ്ദേഹത്തിന്റെ പേരും ഫോട്ടോയും വെച്ച് തന്നെയാണ് ഈ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുന്നത്. അദ്ദേഹം അടക്കം ഇതിൽ ഉൾപ്പെടാതെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ കൂടാതെയോ എങ്ങനെയാണ് നടക്കാൻ കഴിയുക? നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടല്ലേ സംസാരിക്കാൻ പറ്റൂ. ഇപ്പം കട്ടിലയുടെ കാര്യത്തിൽ 7ാം പ്രതിയായിട്ടും മറ്റും ദേവസ്വം ബോർഡിനെ മറ്റും ചേർത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് സ്വർണ്ണപ്പാളികൾ കടത്തിയ വിഷയത്തിലും സ്വർണ്ണക്കൊള്ള നടന്ന വിഷയത്തിലും വരെ പ്രതി ചേർക്കുന്നില്ല? അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ആൾക്കാർക്ക് ഇത് രക്ഷപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നതാണെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. ഒരു ഇലക്ഷൻ വർഷമാണ്. CPM-വുമായി ബന്ധപ്പെട്ട CPM-ന്റെ നേതാക്കളോ മുതിർന്ന നേതാക്കളോ ഇതിൽ പ്രതികളായി വന്നാൽ അതിനവർക്ക് രാഷ്ട്രീയപരമായി വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അവരെ ഡിഫെൻഡ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ ഞാനും പാർട്ടിക്കാരനാണെങ്കിൽ അങ്ങനെ ചെയ്യൂ. പക്ഷേ സാധാരണ ജനങ്ങൾ ഇതിൽ വളരെ അജിറ്റേറ്റഡ് ആണ്, വളരെ ആംഗ്രിയാണ്. കാര്യം കോടിക്കണക്കിന് രാഷ്ട്രീയത്തിന് അതീതമായി അയ്യപ്പനെ കാണുന്ന ഭക്തജനങ്ങൾക്ക് ഈ വിഷയത്തിൽ വേദനയുണ്ട്. സംശയഭേദമന്യേ തന്നെ ശബരിമലയിൽ നിന്നും സ്വർണം കൊള്ളയടിക്കപ്പെട്ടു, മറ്റ് പല അമ്പലങ്ങളിൽ നിന്നും സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്തകൾ ഇന്ന് 24 ന്യൂസ് അടക്കം രാവിലെ മുതൽ ബ്രേക്കിംഗ് വരുന്നുണ്ട്. അപ്പൊ എത്ര അമ്പലങ്ങളിൽ നിന്ന് ഇങ്ങനെ സ്വർണം കൊള്ളയടിക്കപ്പെട്ട് കാണും? ഇതിന്റെ പിന്നിൽ ഒരു സ്വർണ്ണക്കൊള്ള മാഫിയ, ദേവസ്വം മാഫിയ എന്ന വാക്ക് പറയുന്നത് എനിക്ക് വേദനയുണ്ട്. പക്ഷെ ഒരു ദേവസ്വം ബോർഡ് മാഫിയയെ പോലെ പ്രവർത്തിക്കുകയും സിസ്റ്റമാറ്റിക്കായി, അതായത് വളരെ ഘടനാപരമായി സംവിധാനപരമായി ഒരു സ്വർണ്ണ ലൂട്ട് നടത്തുകയല്ലേ ചെയ്തത്. ഏറ്റവും സിമ്പിളായി സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി സ്വർണം ക്ലാഡ് ചെയ്ത സാധനങ്ങൾ സ്വർണം പ്ലേറ്റഡ് ആക്കുക, ഗോൾഡ് ക്ലാഡിംഗ് ഗോൾഡ് പ്ലേറ്റഡ് ആക്കുക. കാര്യം 5-1 10 മാത്രമേ ഗോൾഡ് പ്ലേറ്റിംഗിന് വരികയുള്ളൂ. എന്നിട്ട് അതിൽ മഞ്ഞ നിറം കൂട്ടിയടിക്കുക. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇതിന്റെ പ്രഭ കൂടി, ഇതിന്റെ ഗ്ലോ കൂടി എന്ന്. പക്ഷെ ഇത് 4-5 വർഷത്തിന് ശേഷം വീണ്ടും മങ്ങും, വീണ്ടും ചെയ്യേണ്ടി വരും. അത് എടുത്തുകൊണ്ട് പോയി വീണ്ടും ആൾക്കാരെ പ്രദർശിപ്പിച്ച് ആൾക്കാരുടെ ഫണ്ട് കൺസോൾഡേറ്റ് ചെയ്ത് കൂടുതൽ കാര്യം ചെയ്യുക. ഈ 2 കൊള്ളകളാണ് ഇവിടെ നടന്നത്. രണ്ടാമത്തെ കൊള്ള കമ്പാരിറ്റീവ്ലി ലെസ് ക്രൈമാണ്, പക്ഷെ അതും ക്രൈമാണ്, കുറെ കൂടെ വലിയ കൊള്ള. ഇത് ആചാര ലംഘനമാണെന്നും വിശ്വാസ ലംഘനമാണെന്നുള്ള കാര്യത്തിൽ തർക്കം പോലുമില്ല, നമ്മൾ തർക്കിക്കേണ്ട കാര്യം പോലുമില്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണലിയും ലീഗലിയും സ്പീക്കിംഗ് ക്രൈമാണ്. ഹൈക്കോടതിയുടെ വാക്കെടുത്ത് പറഞ്ഞാൽ എലമെന്റ്സ് ഓഫ് തെഫ്റ്റ് ഇതിനകത്തുണ്ട്, വ്യാജരേഖാ നിർമ്മാണമുണ്ട്. എത്രയോ വർഷം ജയിലിൽ കിടക്കുന്ന, ആലോചിച്ച് നോക്കുക ശ്രീ ഗോപീഷൻ, എത്രയോ വർഷം ജയിലിൽ കിടക്കുന്ന ക്രൈമാണ് ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഇത് ബോർഡില്ലാതെ ഇനി ബോർഡിന് മേളിൽ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. ബോർഡിന് മേളിലുള്ളതെന്ന് പറഞ്ഞാൽ ഭരണത്തിൽ ഭാഗമായിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹം. അല്ല, അവിടെ എനിക്കൊരു ചോദ്യമുള്ളത് ശ്രീ രാഹുൽ ഈശ്വർ, അതായത് ഇടനിലക്കാർ, പിന്നെ ഏതാനും ചില ഉദ്യോഗസ്ഥർ, ചില ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഇവരിൽ അവസാനിക്കും ഇത് എന്നാണോ താങ്കൾ കരുതുന്നത്? അങ്ങനെ അവസാനിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. കാര്യം നമുക്കെല്ലാം അറിയുന്നതും ആക്ടിവിസ്റ്റുകളെ ഒന്നും കേട്ടണ്ട എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇതിലേക്ക് വരരുതെന്നാണ്. കാര്യം ഞങ്ങൾക്കൊക്കെ ആ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ആശ്വാസത്തിന്റെ 1-2 വാക്കുകൾ പറഞ്ഞ 1-2 പേര് ഇതിന്റെ സംശയത്തിന്റെ മുൾമുനയിലായിരുന്നു. അവരാരും വരരുതെന്നുള്ളതാണ്. കാര്യം ഞങ്ങൾക്കൊരു ആത്മനിന്ദ തോന്നും. ഇവരെയെല്ലാം ഞങ്ങൾ അടക്കമുള്ള സാധാരണ ഭക്തർ പല വേദികളിൽ പ്രശംസിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം ഞങ്ങളെ കടത്തിവിട്ടു എന്ന് അവിടുത്തെ ഏറ്റവും പ്രമുഖനായ ബോർഡിലെ ആളെ കുറിച്ച് പറഞ്ഞതാണ്. എന്തൊക്കെ പറഞ്ഞാലും ആക്ടിവിസ്റ്റുകളെ കടത്തരുതെന്ന് പാർട്ടിയോ അവിടെ പോയി പറഞ്ഞു. അതിന് AKG സെന്ററിൽ നിന്ന് ഒരു മന്ത്രി സെൻഷർ നേടി. അദ്ദേഹം തന്നെ അയ്യപ്പ സംഗമത്തിന്റെ ദിവസം സുപ്രീം കോടതി വിധി തെറ്റായിരുന്നു എന്ന് ശക്തമായി പറഞ്ഞു. സാധാരണ ഭക്തർക്ക് ഏറ്റവും സന്തോഷവും ആശ്വാസവും തോന്നിയ കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ ഇതിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ അല്ലെന്നാണ് എന്റെ വിശ്വാസം. അവസാന നിമിഷം പോലും നേരത്തെ പറഞ്ഞ ദേവസ്വം ബോർഡിലെ പ്രമുഖനായ നേതാവിന്റെ പേര് മാറും, അദ്ദേഹം വരില്ല, അദ്ദേഹം അറിയാതെ നടന്നു എന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ചുമ്മാ ഭംഗിക്ക് പറയുന്നല്ലോ കേട്ടോ, ജെനുവിൻലി അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. കാര്യം അദ്ദേഹം അത്ര വലിയ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നതാണ്.
പക്ഷേ ഇവിടുത്തെ വിഷയമെന്ന് പറഞ്ഞാൽ എല്ലാ സംശയങ്ങളും അവരിലേക്ക് നീളുകയല്ല. ഞാൻ രണ്ട് കാര്യങ്ങൾ ഗോവൻ സാർ അടക്കമുള്ളവർക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഒന്ന്, ഈ സ്വർണത്തെ ചെമ്പാക്കി മാറ്റുന്ന ആ വിദ്യ ദേവസ്വം ബോർഡിന്റെ ആക്റ്റീവ് ഇൻഫർമേഷൻ അറിയാതെ പറ്റുമോ? കട്ടളയുടെ കാര്യത്തിൽ ഇത് തന്നെ എഴുതി, മറ്റേ ദ്വാരപാലകരുടെ കാര്യത്തിൽ ഇത് തന്നെ എഴുതി. ഇത് ഹൈക്കോടതി ആദ്യം ഫ്ലാഗ് ചെയ്യുകയാണ്. ഒരുപക്ഷെ ഗോവിഷ്ണ വിധി ശ്രദ്ധിച്ചു കാണും. ഹൈക്കോടതി പറയുന്നത് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇത് കുറച്ച് പ്രൊസീജിയറൽ എറർ, ടെക്നിക്കൽ എറർ മാത്രമേ ഉള്ളൂ എന്നാണ്. ഞാൻ അടക്കമുള്ളവർ താങ്കളുടെ അടക്കമുള്ള ചർച്ചയിൽ ആദ്യ ദിവസം എടുത്ത നിലപാട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കാതെ കൊണ്ടുപോലും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണമെന്നുള്ളതാണ്. എല്ലാവരും ആദ്യ ദിവസങ്ങളിൽ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ ഇതൊരു സ്വർണ്ണ കൊള്ളയിലേക്ക് പോകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാര്യം അയ്യപ്പന്റെ ഫ്രണ്ടിലിരിക്കുന്ന ദ്വാരപാലകരിൽ നിന്ന് സ്വർണ്ണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എത്രമാത്രം സീരിയസ് ആണ് ആ ക്രൈം. അപ്പൊ ഇതിന്റെ ക്രിമിനൽ എലിമെന്റ് കാണാതിരിക്കരുത്. ഇപ്പോ സർക്കാരിന്റെ സ്വരം, ഹൈക്കോടതിയുടെ സ്വരവും സർക്കാരിന്റെ സ്വരവും എന്നൊക്കെയാണെന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. പോസിറ്റീവായി വരട്ടെ എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.